എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ മാർക്കറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഭയങ്കരമായ സൈഡ് വേ ആയിരുന്നു. ഇതുപോലുള്ള മാർക്കറ്റിലൊക്കെ നമ്മൾക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡിഫിക്കൽട്ടായ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓപ്ഷൻ ബയ്യേഴ്സിനെ സംബന്ധിച്ചിടത്തോളവും ഓപ്ഷൻ സെല്ലേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഓപ്ഷൻ ബയ്യേഴ്സിന് പിന്നെയും മൂവ്മെൻറ്റൊക്കെ കിട്ടുമ്പോൾ അത്യാവശ്യം പ്രോഫിറ്റൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇന്നത്തെ പോലുള്ള മാർക്കറ്റിൽ അതിനും കഴിയാത്ത സിറ്റുവേഷനാണ്. കാരണം ഒരു ഏരിയ ബ്രേക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അവിടെ നിന്നും കണ്ടിന്യൂ ആണ് പോകുന്നത്. പക്ഷേ ഒരു ട്രാപ്പ് എന്ന രൂപത്തിൽ വീണ്ടും താഴത്തേക്ക് വന്ന് സ്റ്റോപ്പ് ലോസ് ഹിറ്റാവുന്ന രൂപത്തിലുള്ള ഒരു ട്രേഡിംഗ് ശൈലിയാണ് ഇപ്പോൾ മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളായിട്ട്. അതേസമയം ഓപ്ഷൻ സെല്ലേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുള്ള ദിവസങ്ങളാണ്. കാരണം മന്ത്ലി എക്സ്പയറിയിലേക്ക് നിഫ്റ്റിയും സെൻസെക്സും ഒഴികെ ബാക്കിയുള്ള ഇൻഡെക്സുകളെല്ലാം മാറ്റുകയും ചെയ്തുകൊണ്ട് തന്നെ വളരെയധികം ബുദ്ധിമുട്ടാണ്. ഏതായിരുന്നാലും ഈ ഒരു തരത്തിൽ മാർക്കറ്റ് പോകാനുള്ള കാരണം എന്ന് പറയുന്നത് മെയിനായിട്ട് ഗ്ലോബൽ ഇഷ്യൂസ്, അതായത് അമേരിക്കയുടെ ഇഷ്യൂസും അതുപോലെ തന്നെ നമ്മുടെ രൂപയുടെ മൂല്യത്തകർച്ചയും വരാനിരിക്കുന്ന ബജറ്റിൻ്റെ ആശങ്കകളും അതോടൊപ്പം തന്നെ Q3 റിസൾട്ടിൽ വരുന്ന ആശങ്കകളും അല്ലെങ്കിൽ തൃപ്തിയില്ലായ്മയും എല്ലാം കൂടെ സമന്വയമായ ഒരു പ്രതിഫലനമാണ് നമ്മുടെ മാർക്കറ്റിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായിരുന്നാലും ഇന്നത്തെ മാർക്കറ്റിൽ ട്രേഡ് ചെയ്തു, പക്ഷേ ട്രേഡ് എടുക്കാൻ പറ്റാത്ത ദിവസമാണ്. എന്നിരുന്നാലും പ്രോഫിറ്റും സ്റ്റോപ്പ് ലോസും എല്ലാം കൂടെ ഗണിച്ച് നോക്കുമ്പോൾ ഇന്ന് പ്രോഫിറ്റുമല്ല ലോസുമല്ലാത്ത ഒരു രൂപത്തിലായിരിക്കാം, അല്ലെങ്കിൽ ആ രൂപത്തിലാണ് ട്രേഡിംഗ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇന്നലെ വീഡിയോ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, ഒരു ഔട്ട് ഓഫ് പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ. നമുക്ക് മിനിഞ്ഞാന്ന് തന്ന ലെവലുകളുടെ അടിസ്ഥാനത്തിൽ എന്തായി എന്നുള്ളത് നോക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് നമുക്ക് നിഫ്റ്റി നോക്കാം. നിഫ്റ്റിയിൽ നമുക്ക് നോക്കൂ, ഒരു സൈഡ് വേ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും. ഇന്നത്തെ ദിവസം നമുക്ക് ഒരു കോളം വെച്ച് മാറ്റിക്കഴിഞ്ഞാൽ ഇന്നലെ നടന്ന ട്രേഡിംഗ് ആണ് ഈ കാണുന്നത്. ഇതിൽ നമ്മുടെ ബൈ എൻട്രി 23,200 മുകളിലാണ് അപ്പ് സൈഡിലേക്ക്. പക്ഷേ നോക്കൂ, രണ്ട് ഭാഗത്തേക്കും ഇന്നലെ ബ്രേക്കൗട്ട് നടത്തിയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് നിഫ്റ്റിയിൽ എൻട്രി ലഭിച്ചിട്ടില്ല. അടുത്തത് ബാങ്ക് നിഫ്റ്റിയാണ്. ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലേക്ക് വരുമ്പോൾ നോക്കൂ, നമുക്ക് ഈ ക്യാൻഡലിന് ശേഷം ഇവിടെയാണ് ഓപ്പൺ ചെയ്തത്. ഇതാണ് ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്നും നമുക്ക് റീടെസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തു, കുഴപ്പമില്ല, ഗ്രീനാണ്. എൻട്രി എടുത്ത സ്ഥിതിക്ക് നമുക്ക് ഇതിന് മുകളിലേക്ക് 140ഓളം പോയിൻറ്റിൻ്റെ റാലി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് 80 ആയതുകൊണ്ട് തന്നെ നമുക്കതിൽ 1:1 പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതേസമയം അവിടെ ബുക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്നാണല്ലോ എൻട്രി ലഭിച്ചത്. ഇവിടെ നിന്നും എൻട്രി ലഭിച്ചു, നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാതെ വെയിറ്റ് ചെയ്തു. അത് നേരെ താഴേക്ക് വന്ന സ്ഥിതിക്ക് നോക്കൂ, 200ഓളം പോയിൻറ്റിനടുത്ത് വന്നതുകൊണ്ട് തന്നെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ടുണ്ടാകും. പക്ഷേ അതിൽ നമ്മുടെ കണക്ക് പ്രകാരം ബാങ്ക് നിഫ്റ്റിയിൽ പ്രോഫിറ്റാണ്. അതേസമയം ലാസ്റ്റ് നോക്കൂ, 2 മണിക്ക് വീണ്ടും ഇവിടെ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ നെക്സ്റ്റ് ക്യാൻഡിൽ നിന്ന് എൻട്രി ലഭിച്ചു. ഈ നെക്സ്റ്റ് ക്യാൻഡിൽ നിന്ന് എൻട്രി ലഭിച്ച സ്ഥിതിക്ക് നമുക്ക് ഇവിടെ നിന്നും മാർക്കറ്റ് ഇതുവരെ പോയിട്ടുണ്ട്. നോക്കൂ, ഏകദേശം 300ഓളം പോയിൻറ്റിൻ്റെ റാലി നടത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏത് തരത്തിൽ നോക്കിയാലും ഇന്നലെ 2 തരത്തിലും ബാങ്ക് നിഫ്റ്റിയിൽ പ്രോഫിറ്റാണ്. അതേസമയം 1:1 അല്ലെങ്കിൽ 1:2 ബുക്ക് ചെയ്യാതെ വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ അവർക്ക് സ്റ്റോപ്പ് ലോസാണ്. നമ്മുടെ കണക്കിൽ പ്രോഫിറ്റാണ്. നമുക്കിനി 1 അവർ ടൈം ഫ്രെയിമിലേക്ക് നോക്കുകയാണെങ്കിൽ 1 അവർ ടൈം ഫ്രെയിമിൽ ഇതാണ് ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. റീടെസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തപ്പോൾ നമുക്കത് എൻട്രി ലഭിച്ചില്ല. നെക്സ്റ്റ് ഇവിടെയാണ്. അതിനുശേഷമുള്ള റീടെസ്റ്റിനും എൻട്രി ലഭിച്ചിട്ടില്ല. അവസാനം നമുക്ക് എൻട്രി എടുക്കാൻ പറ്റാത്ത ടൈം ഓവറായി, മാർക്കറ്റ് ക്ലോസ് ചെയ്യേണ്ട സമയമായി. നമുക്കിനി സെൻസെക്സിൽ നോക്കുകയാണെങ്കിൽ സെൻസെക്സിൽ നമുക്ക് നോക്കൂ, ഒരു സൈഡ് വേണ് 2 ലൈനിൻ്റെ ഇടയിലൂടെയാണ് പോയിരിക്കുന്നത്. നമുക്ക് അതുകൊണ്ട് തന്നെ സെൻസെക്സിലും നമുക്ക് എൻട്രി ലഭിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ മാത്രമാണ് ഇന്നലെ എൻട്രി ലഭിച്ചിട്ടുള്ളൂ, അത് പ്രോഫിറ്റുമാണ്. ഇനി നമുക്ക് നാളേക്ക് ഏതെല്ലാം രീതിയിൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് നോക്കിയിട്ട് ട്രേഡ് എടുക്കാൻ കഴിയും എന്നുള്ളതൊന്ന് നമുക്ക് നോക്കാവുന്നതാണ്. ആദ്യമായിട്ട് സെൻസെക്സിൽ തന്നെ നമുക്ക് നോക്കാം. സെൻസെക്സിൽ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലേക്ക് നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് എൻട്രി എടുക്കാം. വേണ്ട,
അത് കുറച്ച് നമുക്ക് അപകടം ചെയ്യും. കാരണം ചെറിയ ഒരു ഗ്യാപ്പേ ഉള്ളൂ. ഇവിടെ നിന്ന് എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 77,160 റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് തന്നെ നമുക്ക് എൻട്രി എടുത്ത് പോകാം. 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലും 1 അവർ ടൈം ഫ്രെയിമിലും നമുക്ക് ആ ഒരു ഏരിയയിൽ നിന്ന് തന്നെ എൻട്രി എടുത്ത് പോകാം. അപ്പോൾ ഇവിടെ നിന്ന് പിടിക്കുകയാണെങ്കിൽ നമുക്ക് 140-176 പോയിൻറ്റിൻ്റെ ഡിഫറൻ്റ് ഉണ്ട്. പക്ഷേ സെൻസെക്സ് ആയതുകൊണ്ട് തന്നെ നമുക്കത് കുറച്ച് ഡിഫിക്കൽട്ടായി മാറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് ആ ഒരു ഏരിയയിൽ നിന്ന് വേണ്ട, ഇവിടെ നിന്ന് തന്നെ 15 മിനിറ്റ്സിലും 1 അവറിൽ നമുക്ക് എൻട്രി എടുത്ത് പോകാം. ഡൗൺ സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് കുറച്ച് മുകളിലേക്ക് വയ്ക്കുകയാണെങ്കിൽ നോക്കൂ, ഇവിടെ നിന്ന് നമുക്കൊരു എൻട്രി ഉണ്ട്. പക്ഷേ 200ഓളം പോയിൻറ്റിൻ്റെ ഡിഫറൻ്റ് ഉണ്ട്. ചെറിയ ഒരു പോയിൻ്റ് പ്രോഫിറ്റ് മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്നും നെക്സ്റ്റ് സപ്പോർട്ടിൽ എക്സിറ്റ് അടിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ എൻട്രി എടുക്കാം. അതേസമയം 1 അവറിലേക്ക് നമുക്ക് ഇവിടെ നിന്നും എൻട്രി എടുക്കാം 76,230 താഴെ. ഓക്കെ, 15 മിനിറ്റ്സിൽ 76,470 താഴെയും. അപ്പോൾ സെൻസെക്സിൽ ഇങ്ങനെ വാച്ച് ചെയ്യാം. അടുത്തത് ബാങ്ക് നിഫ്റ്റിയാണ്. ബാങ്ക് നിഫ്റ്റി നമുക്ക് 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലേക്ക് മാറ്റണം. 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് അപ്പ് സൈഡിലേക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് എൻട്രി എടുക്കാം. പക്ഷേ ക്ലോസ് ചെയ്തിരിക്കണം. നമുക്ക് നാളെ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആണെങ്കിൽ പിന്നെ എൻട്രി കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിന് മുകളിൽ നിന്ന് എൻട്രി എടുത്താൽ മതി. കാരണം വേറെ ഒരു എൻട്രി പോയിൻ്റ് ഇവിടെ കാണാനില്ല. അത് നമുക്ക് ഇവിടെ നിന്ന് 49,100. പക്ഷേ ഇവിടെ വേറൊരു 150-145 റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ അതുകൂടെ നോക്കണം. അതല്ലെങ്കിൽ നമുക്ക് അതൊരു ബാധ്യതയായി മാറാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ഇവിടെ നിന്നും നോക്കുകയാണെങ്കിൽ 300 പോയിൻറ്റിൻ്റെ ഡിഫറൻറ്റുമുണ്ട്. പക്ഷേ അതിന് മുമ്പ് എൻട്രി എടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് അത് നഷ്ടത്തിലേക്ക് പോകുമോ എന്നുള്ളൊരു ഭയവും നിഴലിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഏതോ ആവട്ടെ, നമുക്ക് ഇവിടെ നിന്ന് എൻട്രി എടുക്കുന്നത് തന്നെയായിരിക്കും ഉചിതം എന്നാണ് തോന്നുന്നത്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് എൻട്രി പറ്റില്ല. ഇവിടെ നിന്ന് എൻട്രി എടുക്കുകയാണെങ്കിൽ അതും ബുദ്ധിമുട്ടാണ്. 149,100 എൻട്രി എടുത്താലും ബുദ്ധിമുട്ടാണ്. നമുക്ക് ഇവിടെ നിന്ന് തന്നെ മതി. 49,150 നിന്നായിരിക്കും ഏറ്റവും നല്ലത്. ഒരു പ്രയാസത്തിന് നിൽക്കണ്ട, കുറച്ച് വെയിറ്റ് ചെയ്താലും മുകൾ സൈഡിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായും കിട്ടും. അപ്പോൾ 49,150 മുകളിൽ തന്നെ എൻട്രി എടുത്താൽ മതി. അത് 15 മിനിറ്റ്സിലും 1 അവർ ടൈം ഫ്രെയിമിലും നമുക്ക് ഇവിടെ നിന്ന് തന്നെ എൻട്രി എടുക്കാം. കാരണം ഇന്നത്തെ ഹൈയിൽ നിന്ന് എൻട്രി എടുത്താലും ഇപ്പോൾ ഇവിടെയാണ് ഇന്നത്തെ ഹൈ. ഇവിടെ നിന്ന് എൻട്രി എടുത്താലും നെക്സ്റ്റ് ഒരു 15-20 പോയിൻറ്റിനകത്ത് മറ്റൊരു റെസിസ്റ്റൻസ് ഉണ്ട്. അവിടെ നിന്ന് അത് റെസിസ്റ്റൻസ് എടുത്ത് താഴേക്ക് വന്നാൽ പിന്നെ അതും അപകടമാവും. അപ്പോൾ 49,150 മുകളിൽ 1 അവർ ടൈം ഫ്രെയിമിലും 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലും നമുക്ക് എൻട്രി എടുത്ത് പോകാം. ഡൗൺ സൈഡിലേക്ക് കുഴപ്പമില്ല, നമുക്ക് ഈ ഒരു സിങ്ങിൽ നിന്ന് എൻട്രി എടുത്ത് വരാം. ഓക്കെ, 48,444 1 അവർ ടൈം ഫ്രെയിമിൽ 47,890 താഴെയും. ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് ഇങ്ങനെ വാച്ച് ചെയ്യാവുന്നതാണ്. നിഫ്റ്റിയിൽ നമുക്ക് ഡൗൺ സൈഡിലേക്ക് ഇവിടെ നിന്നും എൻട്രി എടുത്ത് വരാം. 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് എൻട്രി എടുക്കുകയാണെങ്കിൽ 15 മിനിറ്റ്സിൽ 1 അവറിൽ ഇവിടെ നിന്നും എടുക്കണം. അതിൻ്റെ ഡിഫറൻറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 50-80 പോയിൻറ്റ്, ഏകദേശം ഒരു 100 പോയിൻറ്റിന് അകത്തുള്ളൂ. അത് ചെറിയ രൂപത്തിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് എക്സിറ്റ് അടിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്നും എൻട്രി എടുക്കാം. അല്ലാത്തവർ അതിന് താഴെ 23,040 താഴെ എൻട്രി എടുത്താൽ മതി. അല്ലാത്തവർക്ക് റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവിടെ നിന്ന് 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ എൻട്രി എടുത്ത് വരാം. 23,140 താഴെ 1 അവറിൽ ഇവിടെ നിന്നും എൻട്രി എടുത്ത് വരാം. ഓക്കെ, ഇനി അപ്പ് സൈഡിലേക്ക് നമുക്ക് ഇവിടെ നിന്ന് എൻട്രി വേണ്ട, അത് പ്രയാസമാവും. നമുക്ക് ഇവിടെ നിന്നും 1 അവറിലും 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലും എൻട്രി എടുത്ത് പോകാവുന്നതാണ്. 23,350 മുകളിൽ. ഓക്കെ,
അപ്പോൾ ഈ 3 ഇൻഡെക്സുകളും നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ചാർട്ടിൽ കൃത്യമായി സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വരച്ച് വാച്ച് ചെയ്യുക. കറക്റ്റായ സമയത്ത് എൻട്രി എടുക്കാൻ ശ്രമിക്കുക. ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യണം. ഏത് ടൈം ഫ്രെയിമാണോ നിങ്ങൾ വാച്ച് ചെയ്യുന്നത് അത് ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യുന്ന ശേഷം റീടെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് എൻട്രി എടുത്താൽ മതി. യാതൊരു വിധ അർജൻറ്റുമില്ല. കാരണം ഇതുപോലത്തെ മാർക്കറ്റുകളിലൊക്കെ എൻട്രി എടുത്ത് വെറുതെ നഷ്ടം വരുത്തുന്നതിലും ഭേദം മിണ്ടാതിരിക്കുന്നതാണ്. നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു. ബൈ.